അപ്പോൾ ഇത് സുഭാഷ് സാറാണ്. സാറ് എക്സൈസിലാണ്. അപ്പോൾ സാറും സുഹൃത്തുക്കളൊക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ എങ്ങനെ സഫാരി കാർസിൽ എത്തിയത്? ഞാൻ കുറേ ആയി ഒരു വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അന്വേഷിച്ച് നടന്നപ്പോൾ നല്ലൊരു സെറ്റപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഒരു സമീപനം പിന്നെ അനിയന്മാരോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നുള്ള വിശ്വാസം, അതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടി. വിശ്വാസമാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് തോന്നിയത്. ആരൊക്കെ കൂടെ വന്നിട്ടുള്ളത്? ഭാര്യയും. പേര് രേഖ. മോളെ പേര്? ഏതായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 2 ഉപദേശം കൊടുക്കണം. കാരണം സാർ എക്സൈസ് ഓഫീസറാണ്. സാറ് മുന്നിൽ വരുന്ന പ്രതികളുണ്ടാവും, അല്ലെങ്കിൽ സാർ ഇതേപോലത്തെ കാര്യങ്ങൾ ഒരുപാട് ഇടപെടുന്നതാണ്. എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളോടാണെങ്കിലും സമൂഹത്തിനോടാണെങ്കിലും ഒക്കെ പറയാനുള്ളത് ഈ ഒരു സാഹചര്യം? നാട്ടിലിപ്പം കൂടുതലായിട്ട് ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങളും മറ്റുള്ള വിപണനങ്ങളും കൂടി വരുന്നതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാക്സിമം നമ്മളായി നിയന്ത്രിക്കാൻ വേണ്ടി പട്രോളിംഗ് ആയിട്ടും കേസുകളൊക്കെ എടുത്തിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാലും അതിനൊക്കെ മറികടന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മളെ വീടുകളിൽ തന്നെയാണ് ആദ്യത്തിൻ്റെ ഒരു കണ്ടെത്തലുകൾ രക്ഷിതാക്കൾ നടത്തുന്നത്. നമ്മളെ വീടുകളിൽ മാക്സിമം ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെ യുവാക്കളെ ഇതിലേക്ക് പോവാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീടുകളിൽ നമ്മൾ കുട്ടികളെ ആണെങ്കിലും യുവാക്കളെ ആണെങ്കിലും പിന്നെ നമ്മൾ ഒന്ന് നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ഒന്ന് കെയർ ചെയ്യുക, കൂടുതൽ കെയർ ചെയ്യുക. അവരെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാന്ന് ശ്രദ്ധിക്കാം. ഇത്രയും മാത്രം നോക്കിയാൽ തന്നെ നമ്മളെ നാട് നല്ല രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ ചുറ്റും നമ്മൾ ഒന്ന് നോക്കുക, ചുറ്റുപാടുകൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മൾ എന്നും നമ്മളെ വീട്ടിൽ നമുക്ക് എല്ലാവരും നോക്കി നിൽക്കാൻ സാധിക്കില്ല. നമ്മള് അവര് വീട്ടിലേക്ക് വരുമ്പോൾ, നമ്മളെ മക്കള് വീട്ടിലേക്ക് വരുമ്പോൾ അവര് ആരോടാണ് കൂടുതൽ ഇടപെടുന്നത്, മൊബൈൽ കൂടി ആരോടാണ് സംസാരിക്കുന്നത്, എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ നമ്മളെ കൺട്രോളിൽ പറ്റുന്നതാണ് തോന്നുന്നത്. നിയമപരമായിട്ട് നമ്മൾ മാക്സിമം നമ്മളതിൻ്റെ കണ്ടെത്തിയ കേസുകൾ കോടതി നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് കുറ്റവാളിയെ നല്ല രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കുന്ന കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സാറ് ഡിപ്പാർട്ട്മെൻറ്റിൽ സാറ് ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് സാറ് നമുക്ക് കിട്ടിയപ്പോൾ നല്ലൊരു ഉപദേശമാണ് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം തീർച്ചയായിട്ടും എല്ലായിടത്തും ഇതിൻ്റെ ബോധവൽക്കരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും അതിന് ഉണർന്നിരിക്കുക തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു സന്ദേശത്തോടു കൂടി സാറിന് സന്തോഷത്തോടെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ചാവി കൈമാറാൻ പോവുകയാണ്.